ശക്തരായ മത്സരാർത്ഥികൾ ഇല്ലാതെ ബിഗ് ബോസ് ഷോ വലിയ ബോറായി പോവുകയാണെന്നാണ് പരക്കെയുള്ള ആക്ഷേപം. ശക്തരായ മത്സരാർത്ഥികളെ ആദ്യ ആഴ്ചകളിൽ തന്നെ പുറത്താക്കിയതോടെ ഗെയിം കളിക്കാൻ ആരുമില്ലാത്ത അവസ്ഥയായി. ഉടനെ വൈൽഡ് കാർഡ് എൻട്രിയായി ചിലരെ കൊണ്ടുവരണമെന്ന ആവശ്യമാണ് ഇപ്പോൾ ഉയർന്നു വരുന്നത്. മുൻ സീസണുകളിൽ വൈൽഡ് കാർഡായി അകത്തേക്ക് വന്നവർ ഗംഭീര പ്രകടനം കാഴ്ചവെച്ചിരുന്നു. അതുപോലെ തന്നെ ഈ സീസണിലും വരണം. പക്ഷേ 1-2 പേരല്ല, 5 പേർ ഒരേ സമയത്ത് വീടിനകത്തേക്ക് പ്രവേശിച്ചേക്കുമെന്നാണ് ചിലർ പറയുന്നത്. കമൽഹാസൻ അവതാരകനായിട്ടെത്തുന്ന തമിഴ് ബിഗ് ബോസിലും സമാനമായ രീതിയിൽ നടന്നിരുന്നു. മലയാളത്തിലും അത്തരമൊരു മാറ്റം വരികയാണെങ്കിൽ മത്സരം മാറ്റിപ്പിടിക്കാൻ സാധിക്കുമെന്നാണ് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച കുറിപ്പിലൂടെ ബിഗ് ബോസ് നിരീക്ഷകർ പറയുന്നത്. മാത്രമല്ല, തമിഴിലേതുപോലെ വിന്നറാവാൻ സാധ്യതയുള്ള മത്സരാർത്ഥിയെ വൈൽഡ് കാർഡിലൂടെ കിട്ടിയേക്കുമെന്നും നിലവിൽ അങ്ങനെയാരും വീടിനകത്ത് ഇല്ലെന്നുമാണ് ഒരു ആരാധകൻ പങ്കുവച്ച കുറിപ്പിലൂടെ പറയുന്നത്. +2 ഡിഗ്രി കഴിഞ്ഞവർക്ക് വേൾഡ്സ് ഫസ്റ്റ് AR/VR ക്ലാസ് റൂമിലൂടെ സ്മാർട്ട് ഫോൺ എഞ്ചിനീയർ ആവാം. കൂടുതൽ അറിയാൻ വിളിക്കൂ ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ. ഇനി 5 പേർ ആയിരിക്കും സീസൺ 6ന്റെ തലയെഴുത്ത് മാറ്റുന്നത്. ഇവർ അകത്തേക്ക് കയറുന്നത് കളമറിഞ്ഞ് കളിക്കാൻ തന്നെയാണ്. കഴിഞ്ഞ തമിഴ് സീസണിൽ 5 പേരെ 28ാം ദിവസം കഴിഞ്ഞ് അകത്തേക്ക് കയറ്റിവിട്ടു. അതിൽ ഒരു മത്സരാർത്ഥി വെറും 77 ദിവസം ബിഗ് ബോസ് ഹൗസിനുള്ളിൽ നിന്ന് ഗെയിം കളിച്ച് വിജയിയായി. ആ വിജയി ഒരു സ്ത്രീയായിരുന്നു. മലയാളം ബിഗ് ബോസിലും അത് തന്നെ തുടരുമോയെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. ഇത്തവണ മലയാളം ബിഗ് ബോസിൽ അതുപോലെ തന്നെ 28ാം ദിവസം വൈൽഡ് കാർഡ് എൻട്രികൾ കയറുന്നു. ഇത്തവണ വൈൽഡ് കാർഡ് എൻട്രികൾ ഉള്ളതാണ് ഈ സീസൺ. ഗെയിമിന്റെ ഗതി തന്നെ മാറ്റാൻ കഴിവുള്ള 5 പേരാണ് ഈ കയറുന്നത് എന്നാണ് കേൾക്കുന്നത്. ഇവരെ എടുക്കാനുള്ള ഇന്റർവ്യൂ തന്നെ പല ഘട്ടങ്ങളായാണ് പൂർത്തിയാക്കിയത്. അത് കഴിഞ്ഞ സീസണിൽ കയറാതിരുന്നവരും ഈ കൂട്ടത്തിൽ ഉണ്ട്. ഇപ്പോൾ ബിഗ് ബോസ് ഹൗസിനുള്ളിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന പല ഫേക്ക് മുഖങ്ങളും അഴിഞ്ഞു വീഴും. ഇല്ലെങ്കിൽ ഇവർ അഴിച്ചു വീഴ്ത്തും. സിജോയും വരുന്ന ആഴ്ചകളിൽ അകത്തേക്ക് കയറും എന്നാണ് കേൾക്കുന്നത്. യഥാർത്ഥത്തിൽ സിജോ ഇനി കയറുന്നെങ്കിൽ ഈ വൈൽഡ് കാർഡ് എൻട്രികൾ കൂടി കയറുന്നതാണ് നല്ലത്. സിജോ വരുന്ന ആഴ്ചയുടെ അടുത്ത ആഴ്ച കയറിയാൽ മതി. അതാണ് ഏറ്റവും നല്ലത്. ആദ്യ ആഴ്ചയിൽ കണ്ടന്റ് നൽകിയ രതീഷ് കുമാറാണ് ഈ സീസണിൽ ആദ്യം പുറത്താവുന്നത്. പിന്നാലെ 2 പേർ എവിക്ഷനിലൂടെയും 2 പേർ നിയമലംഘനത്തിന്റെ പേരിലും പുറത്തായി. ഇവരിൽ 3 പേർ ശക്തരായ മത്സരാർത്ഥികളായിരുന്നു എന്നതാണ് പ്രേക്ഷകരെയും നിരാശപ്പെടുത്തുന്ന കാര്യം. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ആൽ സലാമ ഐ ഹോസ്പിറ്റൽ റോഡ്.